നമസ്കാരം. സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ കേരളത്തിലെ PSCയിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കുറേ വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ PSC ചെയർമാനെയും മെമ്പർമാരെയും ഭരിക്കുന്ന പാർട്ടി തോന്നിയതുപോലെ നിയമിക്കുന്നതിന് പകരം എൻ്റെ ഒരു സജഷനാണ്, ഒരു PSC ടെസ്റ്റൊക്കെ നടത്തി ഏറ്റവും അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരെ PSCയുടെ ചെയർമാനായും മെമ്പറായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തൂടെ എന്നാണ് ഒരു സജഷൻ. അതോടെ PSCയിൽ ആളുകൾക്ക് വിശ്വാസ്യത വർദ്ധിക്കും. PSCയുടെ ഇപ്പോൾ ഫുൾ ഫോം എന്ന് പറയുന്നത് പാർട്ടി സർവീസ് കമ്മീഷൻ എന്നല്ലല്ലോ, അല്ലേ? പാർട്ടി സർവീസ് കമ്മീഷൻ അല്ലാത്തിടത്തോളം കാലം അത് ജനങ്ങളുടെ വിശ്വാസ്യത നേടേണ്ടതുണ്ട്. ഇപ്പോൾ ഇല്ല എന്നല്ല, എന്നാലും ഇത്തരം ചില വാർത്തകൾ വരുമ്പോൾ ആളുകൾക്ക് ഒരു ചെറിയൊരു വിശ്വാസ്യത കുറവ് വരാം. 2023 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതും പൊതുപരീക്ഷ നടത്തിയതുമായ 642 തസ്തികകളുടെ OMR വിവരണാത്മക ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനാണ് ഈയിടെയായിട്ട് PSC ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത കണ്ടതാണ്. ശരി, നടക്കട്ടെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ PSC ചെയർമാൻ അല്ലെങ്കിൽ അംഗമാകാൻ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതകളോ മറ്റ് പ്രൊഫഷണൽ യോഗ്യതകളോ നിലവിൽ കേരള സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. ആർക്കുമാകാം. വേണമെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ആകാം, എനിക്കും ആവാം. ലക്ഷങ്ങൾ ശമ്പളം കിട്ടും, പെൻഷനും ഒക്കെ കിട്ടും. ചെയർമാനെയും മെമ്പർമാരെയും പിരിച്ചുവിട്ട് PSCയിലും ഒരു ഓപ്പറേഷൻ തൂഫാൻ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൊത്തത്തിലൊരു ശുദ്ധീകരണം ആവശ്യമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നടന്ന PSC പരീക്ഷകൾ, ക്രമക്കേടുകൾ, ഇതെല്ലാം തന്നെ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. PSCയിൽ എത്ര ക്രമക്കേട് വന്നാലും ആരും സമരം ചെയ്യില്ല. പിന്നെ കോടികൾ കോഴ വാങ്ങി പ്രതികരിക്കുന്ന പ്രമുഖരൊന്നും കേരളത്തിലെ പാവപ്പെട്ട യുവാക്കൾക്ക് ഇടപെടില്ല എന്നാണ് പലരുടെയും ധൈര്യം. അറിയാലോ, പലർക്കും ഇക്കാര്യത്തിൽ ഇവിടുത്തെ ജോലിയില്ലാത്ത ആളുകളെല്ലാവരും കൂടെ സംഘടിച്ച് പണം ഉണ്ടാക്കി പലർക്കും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കോഴ കിട്ടിയാൽ മാത്രമേ നമ്മളെ താരങ്ങളെല്ലാം പ്രതികരിക്കും. ഇവിടെ ഇപ്പോൾ ജോലി തന്നെ ഇല്ലാത്ത ഇവർ വിദേശ ഫണ്ടൊന്നും ഇവർക്ക് കിട്ടാനില്ലല്ലോ. അപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതാണ് പലരുടെയും ധൈര്യം. പിന്നെ ഒരു സൈഡിൽ പൊളിറ്റിക്സും. ശരി, ഇപ്പോൾ തക്കിട തരികിട ആസാദി, ഡൽഹിയിൽ മാത്രം കൊണയടിക്കുന്ന ആസാദി, ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ഒരു രീതി. നടക്കട്ടെ. അപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളമാണ് നമ്മളെ കേരള PSC ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന എത്ര പേര് വിശ്വസിക്കും? അതാണ് സംഭവം. അതായത് 2 ലക്ഷം എന്നല്ല, 3 ലക്ഷത്തിലും കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. നമ്മളെ പ്രധാനമന്ത്രിക്കും 2 ലക്ഷം പ്ലസ്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം പ്ലസ് ശമ്പളമാണ് കിട്ടുന്നത്. അതിനേക്കാൾ ശമ്പളമാണ് നമ്മുടെ PSC ചെയർമാനും. അതേപോലെ മെമ്പർമാർക്കും നല്ല ശമ്പളമാണ്. ഇതോടൊപ്പം വീട്ടുവാടക അലവൻസ്, വെഹിക്കിൾ അലവൻസ്, സൗജന്യ ചികിത്സകൾ, ഇതൊക്കെ സർക്കാർ വഹിക്കണം. കൂടെ കാലാവധി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പെൻഷൻ പോരെ? ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് എത്ര വർഷം ജോലി ചെയ്തിട്ട് വേണം ഒരു പെൻഷൻ ഉണ്ടാക്കാൻ? ഇവിടെ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം ഒരു PSCയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പെൻഷനാണ്. ഇതൊന്നും ചോദിക്കാൻ സിനിമാക്കാരനോ ഒരു സാംസ്കാരിക നായകന്മാരോ നായികമാരോ ഇല്ല. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നടൻ വിജയ്, അവിടെ അദ്ദേഹത്തിനൊരു കനത്ത തിരിച്ചടി കിട്ടി. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി കൊടുത്തിരുന്നല്ലോ, 41 ആളുകൾക്ക്. പക്ഷേ അത് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, കഷ്ടപ്പെട്ട് പഠിച്ചു PSC കിട്ടി നിയമനം പ്രതീക്ഷിക്കുന്ന യുവാക്കൾക്ക് ജോലി കൊടുക്കാതെ ആരാധന മൂത്ത് നടനെ കാണാൻ വന്ന് തിക്കും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് തമിഴ്നാട് കോടതി ചോദിച്ചിരിക്കുന്നത്. നിലവിൽ ആ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് അവരുടെ ആശ്രിതർക്ക് 40 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജീവിക്കാൻ ജോലിക്ക് പോയി പടക്ക നിർമ്മാണശാലയിൽ തീ പിടിച്ച് മരിച്ചവരുണ്ട് ഇതേ തമിഴ്നാട്ടിൽ. മറ്റ് അപകടമുണ്ടായി മരിച്ച എത്രയോ ആളുകളുണ്ട്. ഇവർക്കൊക്കെ സർക്കാർ കൊടുക്കുന്ന 2 ലക്ഷം രൂപയാണ്. ഈ കരൂർ ദുരന്തത്തിൽ മരിച്ചവർക്ക് ജോലി കൊടുക്കുന്ന ആ ലോജിക്ക് വെച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ ഏത് രീതിയിൽ അപകടം സംഭവിച്ചു മരിച്ചവർക്ക് സർക്കാർ ജോലി കൊടുക്കേണ്ടി വരില്ലേ? അല്ല എൻ്റെ ഒരു സംശയം.
ഓപ്പറേഷനിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിപ്പോയാൽ അതിന് ഉത്തരവാദിയായ ഡോക്ടറിൽ നിന്നും വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കുന്നതല്ലേ ഭംഗി. അല്ലാതെ വയറ്റിൽ കത്രിക കുടുങ്ങി ആ വ്യക്തിക്ക് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതൊക്കെ നമ്മുടെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളോട് ചെയ്യുന്നൊരു അനീതിയാണ്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഡോക്ടർക്കെതിരെ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തിക്കെതിരെ സർക്കാർ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ? രാഷ്ട്രീയക്കാർക്കെതിരെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതായിരിക്കാം, അറിയില്ല. കേരളമായാലും തമിഴ്നാടായാലും ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് നോക്കി മാത്രം സർക്കാർ ജോലിക്കാർ കൊടുക്കുമ്പോൾ PSC എഴുതി കാത്തിരിക്കുന്നവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരി തിന്നുന്ന ഗതികേടുണ്ടാവുന്നു. ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട വിഷയമാണിത്. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.